ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പലഹാരമാണ്. ഇപ്പം നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പലഹാരം കൂടിയാണിത്. എല്ലാവരുടെയും വീട്ടിലും ചോറ് വെക്കുന്ന അരി ഉണ്ടാവില്ലേ? അതിൻ്റെ കൂട്ടത്തിലൊരു പഴം കൂടി ആയാൽ സംഭവം സൂപ്പറായി. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതാണ്. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വെള്ളമൊക്കെ പോയി ഇത് നല്ല ഡ്രൈ ആകും. അതിനുശേഷം വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ നല്ല ചൂടായ ചീനച്ചട്ടിയിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ അരി വറുത്തെടുക്കുന്നത്. അപ്പം തീ കുറവാണെങ്കിൽ നമ്മുടെ അരി ഇങ്ങനെ കല്ലിച്ച് പോയതുപോലെ ഇരിക്കും, നന്നായിട്ട് മൊരിഞ്ഞ് വരത്തില്ല. അപ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് ഇത് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇൻ കേസ് അതിൽ നിന്ന് പുകയൊക്കെ വരികയാണ്, നല്ല കരിഞ്ഞു പോവുകയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒന്ന് കുറച്ച് വെക്കണം. ഓരോരുത്തരുടെ ഗ്യാസിൻ്റെയും ഫ്ലെയിമിൽ വ്യത്യാസം കാണും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ എമൗണ്ട് നിങ്ങൾ വറുത്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വറുക്കുന്ന ചട്ടി ചെറുതാണെങ്കിൽ 2 or 3 തവണയായിട്ട് വേണം വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ എല്ലാതും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടത്തില്ല. മട്ടേരി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അല്ലെങ്കിൽ ഏത് ചോറ് വെക്കുന്ന അരി കൊണ്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഓരോ അരിക്കനുസരിച്ച് കുറച്ചൊക്കെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഇതിലെ ചൂട് കൂടിയിട്ടുണ്ട്, ഇതിൽ നിന്ന് പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കളറൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയം നമുക്കിതിലെ തീ ഒന്ന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷവും ഒരു 2-3 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ ഇത് ചട്ടിയുടെ ചൂട് കൊണ്ട് അടിയത്തെ ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെയാണ് അരി വറുത്തത് ഇരിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല കളറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം 2 or 3 തവണയായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിലാണ് കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും പൊടിച്ചിട്ട് വരാം. ഇപ്പം ഞാനിവിടെ എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ശർക്കര ചീകി ചേർത്തതാണിത്. ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിരിക്കില്ല, കുറേ അങ്ങ് ഡ്രൈ ആവണ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ശർക്കര ചേർക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കും. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഉണ്ട പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴം ചേർത്ത് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഴം ചേർത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് പഴം ചേർത്ത് കഴിച്ച് നോക്കുക. അതുപോലെ തന്നെ നേന്ത്രപ്പഴം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറുപഴമോ റോബസ്റ്റോ ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് ഉണ്ട പിടിച്ചെടുക്കണം. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കാഷ്നട്ട് വറുത്ത് ചേർക്കാം, അല്ലെങ്കിൽ നിലക്കടല വറുത്ത് ചേർക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ട പിടിച്ചെടുക്കണം. ഉണ്ടയുടെ വലിപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴമില്ലെങ്കിൽ നിങ്ങൾക്കിത് കട്ടൻ ചായ ഒഴിച്ച് വരെ കഴിക്കാവുന്നതാണ്. കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ചായയോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം. അതിനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ നമ്മുടെ അരിയുണ്ട ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.